നമസ്കാരം. അച്ഛനോടൊപ്പം സ്കൂട്ടറിൽ സ്കൂളിലേക്ക് പോകുന്നതിനിടെ റോഡിലേക്ക് തെറിച്ചു വീണ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങി മരിച്ചു. പഴനിയൂർ പാളയം സാബിർ അലി ആയിഷ ദമ്പതികളുടെ മകൾ കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി നഫീസത്ത് മിസ്രിയ ആണ് മരിച്ചത്. പാലക്കാട് പൊള്ളാച്ചി പാതയിൽ കൊഴിഞ്ഞാമ്പാറ കരുവപ്പാറയിൽ തിങ്കളാഴ്ച രാവിലെ 9:10-നാണ് ഈ അപകടമുണ്ടായത്. മുൻപിൽ പോയ ഓട്ടോ പെട്ടെന്ന് നിർത്തിയപ്പോൾ ഇടിക്കാതിരിക്കുവാൻ ബ്രേക്ക് ചെയ്ത സ്കൂട്ടർ ചരിയുകയായിരുന്നു. കുട്ടി റോഡിലേക്ക് തെറിച്ചു വീണാണ് അപകടമുണ്ടായത്. ഇതിനിടെ തെറിച്ചു വീണ കുട്ടിയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി കുട്ടി മരിക്കുകയായിരുന്നു. മറ്റു ചില അപകടമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഏറ്റുമാനൂർ കാണാക്കരയിൽ നിയന്ത്രണം വിട്ട കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. സഹയാത്രികന് ഗുരുതര പരിക്കേറ്റു. കാണക്കാരി ആശുപത്രിപ്പടിക്ക് സമീപം ഇന്ന് പുലർച്ചെ 12:30-ഓടെയായിരുന്നു അപകടം. കുറുപ്പന്തറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ എതിർദിശയിൽ വന്ന കാർ ഇടിച്ചായിരുന്നു അപകടമുണ്ടായത്. നീണ്ടൂർ ഓണംതുരുത്ത് തൈപ്പറമ്പിൽ ജോസഫ് ടി എബ്രഹാം ആണ് മരിച്ചത്. സഹയാത്രികനായിരുന്ന ഓണംതുരുത്ത് സ്വദേശി മാർവിനെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ വട്ടിയൂർക്കാവിൽ സ്കൂൾ കുട്ടികളുമായി പോയ വാൻ കുഴിയിൽ വീണ് 31 കുട്ടികൾക്കും ഒരു അധ്യാപികയ്ക്കും പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ വട്ടിയൂർക്കാവ് മലമുകളിലാണ് അപകടമുണ്ടായത്. സെന്റ് സാന്താ സ്കൂളിലേക്ക് വന്ന വാഹനമാണ് താഴ്ചയിലേക്ക് വീണത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കുട്ടികളെ ശാസ്തമംഗലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. വാഹനം പിന്നോട്ടെടുക്കുന്നതിനിടെയാണ് കുഴിയിലേക്ക് വീണതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആശുപത്രിയിലെത്തി കുട്ടികളെ കണ്ടു. ഇതിനിടെ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടമുണ്ടായ കുറ്റിപ്പുറം ആശുപത്രിപ്പട്ടിയിൽ അപകടങ്ങൾ പതിവെന്ന നാട്ടുകാർ. ദേശീയപാതയിൽ നിന്ന് വീതി കുറഞ്ഞ റോഡിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് അറിയിക്കാൻ ഒരു സംവിധാനമില്ലെന്നും ഡിവൈഡറിന് പകരമുള്ള ചാലിൽ വാഹനങ്ങൾ വീഴുന്നത് നിത്യസംഭവമാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. കുറ്റിപ്പുറം ആശുപത്രിപ്പടിയിൽ ബ്ലോക്കും അപകടവും പതിവാണ്. ബോർഡ് വയ്ക്കണമെന്നാണ് നാട്ടുകാർ പലവട്ടം ആവശ്യപ്പെട്ടതെങ്കിലും ഇതുവരെയും ഒരു സംവിധാനമുണ്ടായിട്ടില്ല. നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ബസ് അപകടമുണ്ടായത്. വാഹനങ്ങൾ വീതിയേറിയ റോഡുള്ള കോട്ടയ്ക്കൽ ഭാഗത്തു നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് കുതിച്ചെത്തും. പക്ഷേ നിർമ്മാണം കഴിയാത്ത ഇടുങ്ങിയ ഭാഗത്തേക്കാണ് ഈ വാഹനങ്ങൾ പ്രവേശിക്കുന്നത്. ഇത് ഈ പ്രദേശത്തെ സ്ഥിര യാത്രക്കാരല്ലാത്തവർക്ക് അറിയണമെന്നില്ല. ഇടുങ്ങിയ വഴി പതിയെ താണ്ടുന്ന വാഹനങ്ങൾക്ക് പിറകിലേക്കാണ് വേഗത്തിൽ എത്തുന്ന വാഹനങ്ങൾ ഇടിച്ചു കയറുക. ഇത് ഇവിടെ സ്ഥിരം സംഭവമാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ടൂറിസ്റ്റ് ബസും അപകടത്തിൽപ്പെട്ടത്. വിവാഹ പാർട്ടി സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് ഞായറാഴ്ച ഉച്ചയോടെ വളാഞ്ചേരിക്കും കുറ്റിപ്പുറത്തിനുമിടയിൽ ആശുപത്രിപ്പടിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. മഴയായതിനാൽ വാഹനത്തിരക്ക് പ്രദേശത്ത് അനുഭവപ്പെട്ടിരുന്നു. സാമാന്യ വേഗത്തിൽ എത്തിയ ബസ് മുന്നിലുള്ള വണ്ടിയിലിടിച്ച് ഡിവൈഡറിനോട് ചേർന്നുള്ള കുഴിയിൽ വീണ് മറിയുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ദേശീയപാതയിൽ നിന്ന് വീതി കുറഞ്ഞ ഭാഗത്തേക്ക് വരുന്നതിനിടെ നിയന്ത്രണം വിട്ട ബസ് മറ്റു വാഹനങ്ങളിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ചാണ് ബസ് റോഡിൽ നിന്ന് മാറ്റിയത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജനറൽ ആശുപത്രി മുന്നിൽ അമിത വേഗത്തിലെത്തിയ കാർ നടപ്പാതയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു. 42-കാരനായ ഷാഫിയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ മരിച്ചത്. അഴീക്കോട് സ്വദേശിയാണ് ഷാഫി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നഗരത്തിൽ നടക്കിയ അപകടം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നടന്നത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ശ്രീപ്രിയ, സുരേന്ദ്രൻ എന്നിവർ ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കൊല്ലം ശാസ്താംകോട്ട സ്വദേശി ആഞ്ജനേയൻ മെഡിക്കൽ കോളേജ് ഐസിയുവിലാണ്. വട്ടിയൂർക്കാവ് വലിയവിള സ്വദേശി AK വിഷ്ണുനാഥാണ് കാർ ഓടിച്ചിരുന്നത്. ഇയാളുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ് കാരണമാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോയിലും കാറിലും ഇടിച്ച ശേഷമാണ് തൊട്ടടുത്തുള്ള നടപ്പാതയിലേക്ക് കാർ ഇടിച്ചു കയറിയത്. ഡ്രൈവിംഗ് പഠിക്കുന്നതിനിടെയാണ് ഈ അപകടം സംഭവിച്ചത്. വാഹനമോടിച്ച AK വിഷ്ണുനാഥിന്റെ ലൈസൻസും വാഹനമോടിക്കാൻ പരിശീലിപ്പിച്ച വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന ബന്ധു വിജയന്റെ ലൈസൻസും സസ്പെൻഡ് ചെയ്യണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. ഇതിനിടെ സാഹസിക യാത്രകളെ ഏറെ സ്നേഹിച്ച ആദർശന്റെ വേർപാട് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും നൊമ്പരമായി മാറുകയാണ്. റോഡിന് കുറുകെ ചാടിയ കാട്ടുപന്നി ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ തിരുമല രാമമംഗലം ബംഗ്ലാവിൽ S. അജയ്കുമാർ ശ്രീകല ദമ്പതികളുടെ മകൻ ആദർശായിരുന്നു കഴിഞ്ഞ ദിവസം മരിച്ചത്. ആദർശ് ഉൾപ്പെടെ 5-അംഗ സംഘം കഴിഞ്ഞ ദിവസം പുലർച്ചെ 4:30-ഓടെ കൊടൈക്കനാലിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുകയായിരുന്നു. കഴക്കൂട്ടം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ സഹപാഠികളായിരുന്നു ഒപ്പം. 5 പേരും വെവ്വേറെ ബൈക്കുകളിലായിരുന്നു.
യാത്രകളുടെ തുടക്കം മുതൽ മുന്നിലായിരുന്ന ആദർശ് എന്ന സംഘത്തിൽ മറ്റുള്ളവർ പറഞ്ഞു. കനത്ത മഴ കാരണം വേഗം കുറച്ചായിരുന്നു വാഹനം ഓടിച്ചതും. തുടക്കത്തിൽ സംഘാംഗങ്ങളിൽ നിന്ന് 100 മീറ്റർ മാത്രം മുന്നിൽ സഞ്ചരിച്ച ആദർശ് പിന്നീട് ഏറെ മുന്നിലായി. ഇതിനിടെയാണ് തിരുവനന്തപുരം ചെങ്കോട്ട റോഡിൽ വെങ്കൊല്ല ഫോറസ്റ്റ് ഓഫീസിന് സമീപം റോഡിന് കുറുകെ ചാടിയ കാട്ടുപന്നി ആദർശിനെ ബൈക്കിലിടിച്ചത്. ഹെൽമറ്റ് ധരിച്ചിരുന്നുവെങ്കിലും റോഡിൽ തലയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റു. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയ പുത്തൻ ബൈക്കിലായിരുന്നു കൊടൈക്കനാലിലേക്ക് പുറപ്പെട്ടത്. ഇതേസമയം അപകടമുണ്ടാക്കിയ കാട്ടുപന്നി എതിരെ വന്ന കാർ ഇടിച്ചു ചത്തു. ഇടിച്ച ശേഷം നിർത്താതെ പോയ കാർ തിരുവനന്തപുരത്ത് നിന്ന് ചിത്ര പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു. ആദർശിന്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കരിച്ചു. തൈക്കാട് ശാന്തി കവാടത്തിലായിരുന്നു സംസ്കാരം. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ സ്പെരിഡിയൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡിലാണ് ആദർശ് ജോലി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.